അങ്ങനെ പാർട്ട് 2 സ്വാഗതം. നമ്മുടെ അനി പോകുന്നത് അപ്പോഴത്തേക്കും നവ്യ ആ ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഓടി വരുക കേട്ടോ. അങ്ങനെ അനി അന്നേരത്തേക്കും വണ്ടിയിൽ കയറി പോയി. നവ്യ അത് അവിടെ നിന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അനിയത്തെ കാണാൻ പോയതാണെന്ന് മനസ്സിലായി. തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്തിട്ട് വിവരം പറയുവാണ്. അപ്പോൾ അനി ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുക. എനിക്കൊപ്പമാണോ നന്ദു പോയത് എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്ന് നമിതയോട് പറയുന്നു നവ്യ. എനിക്ക് മാത്രമല്ല, ഇവിടെ പലർക്കും അതിനെപ്പറ്റി സംശയം ഉണ്ടെന്ന കാര്യവും പറയുവാണ്. നന്ദുവിനെ അബിയും ജ്വല്ലറിക്കാരും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നും അതുകൊണ്ട് നീ അനിയെ ഒന്ന് ഫോളോ ചെയ്യണമെന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ. മിക്കവാറും അനിയും നന്ദുവും തമ്മിൽ കാണാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. മീറ്റിംഗ് ഉണ്ട് എന്ന് നന്ദു പറഞ്ഞത് ഒരു പക്ഷേ കള്ളമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി ഞാനത് വേണ്ടത് ചെയ്തോളാം എന്ന് പറയും. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചേക്കണേടി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം നവ്യ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നന്ദു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിടത്തേക്ക് അനി ചെന്നു. നന്ദു ഭയങ്കര ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ആകെ സംശയിച്ചാ വന്നത്. അല്ല എന്താ നീ സംശയിച്ചേ? അല്ല നീ വരുമോന്നേ? ഞാനൊന്ന് സംശയിച്ചെങ്കിലും നീ എൻ്റെ വാക്ക് പാലിച്ചല്ലോ എന്ന് അനി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം നിന്നെ പേടിച്ചിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചത് കേട്ടോ. അല്ല എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുമ്പം റോഡിങ്ങനെ അനന്തമായി കിടക്കല്ലേ, നമുക്ക് വണ്ടി ഓടിച്ചങ്ങ് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം എടാ ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേ വണ്ടിയൊന്ന് പണി മുടക്കാലോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ എടി ഇന്നത്തെ കാലത്ത് വണ്ടിയൊക്കെ പണി മുടക്കിയാലേ മൊബൈൽ എടുത്ത് വെറുതെ ഒന്ന് ഞെക്കിയാൽ പോരെ, വേറെ വണ്ടി നമ്മൾ നിൽക്കുന്നിടത്ത് എത്തത്തില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും മോൾക്ക് വേണ്ട കേട്ടോ എന്നും പറഞ്ഞു. ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കണേടാ എന്ന് പറയുമ്പം നീ ഉള്ളപ്പോഴേ എനിക്ക് ഇച്ചിരി ശ്രദ്ധ കൂടുവെന്ന് അനി പറയുക. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ നോക്കി വർത്തമാനം പറയും, അതാ എൻ്റെ പേടി. എന്തായാലും ഇത് നമ്മുടെ ഒരു റിഹേഴ്സലാണ്, നമ്മുടെ ഒളിച്ചോട്ടത്തിന് മുന്നേ ഉള്ള ഒരു റിഹേഴ്സൽ, അങ്ങനെ നീ കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പം നിനക്കൊപ്പം ഒളിച്ചോടാനൊന്നും ഞാനില്ല കേട്ടോ എന്ന് നന്ദു പറഞ്ഞപ്പം ഒരിക്കൽ പലരും പലതും പറഞ്ഞിട്ട് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടതാണെന്നും ഇനി അത് പറ്റത്തില്ല എന്നും രണ്ടും കൽപ്പിച്ച് എന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നമ്മുടെ അനി പറയുമ്പം ചില നേരത്തെ നിന്റെ സ്വഭാവം കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ പേടിക്കേണ്ടടി, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ് നമുക്കൊപ്പം ചേരേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് അനി പറയണു. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ത്യാഗമൊക്കെ ചെയ്യാം, പക്ഷേ സ്വന്തം ലൈഫ് വെച്ച് ആവരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഈ പറയുന്ന തൻ്റെ ഇടമൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോഴും കാണിച്ചാൽ മതി എന്ന് നന്ദു. നിനക്കെന്താ വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് സംശയമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ മതി കയറി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്കൂട്ടറിന് കയറി അങ്ങനെ പോണു. രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടാട്ടോ രണ്ടുപേരും പോകുന്നത്. ആടി പാടി പാട്ടൊക്കെ പാടി അങ്ങനെ പോകുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. ഫോൺ വിളിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി. അപ്പോൾ ആരെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അനി. അപ്പം നവീനേട്ടനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഇന്ന് ആര് വിളിച്ചാലും എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അനി. എടാ എന്നാലും നവീനേട്ടൻ വിളിക്കുമ്പം എടുക്കാതിരിക്കുന്നത് എങ്ങനെയാടാന്ന് ചോദിച്ചു. അവൻ വിളിച്ചാൽ ഒരു കാരണവശാലും എടുക്കരുതെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു നന്ദു. നമുക്ക് എന്താവശ്യം വന്നാലും സഹായിക്കുന്ന ആളല്ലേടാ അദ്ദേഹം, അതെന്താ പിന്നെ അങ്ങനെയെന്ന് പറഞ്ഞപ്പം ഇന്നത്തെ ദിവസം അവൻ്റെ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കണ്ട, അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് ദേഷ്യപ്പെട്ടു. ശരി ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫോണും കട്ട് ചെയ്ത് പിന്നെ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ രണ്ടുപേരും കൂടി ആരും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് എല്ലാം ഒക്കെ ഒന്ന് കണ്ടും കേട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ നീ നമുക്ക് പോയാലോ എന്ന് നന്ദു ചോദിച്ചു. നീ എങ്ങോട്ടാണ് അടിതിരുത്തി വെച്ച് ഓടുന്നേ? അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ടടാ എന്ന് നന്ദു പറയുവാണ്. അയ്യോ പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ അവന്തിക വിളിച്ചായിരുന്നു അമ്മയെ. എന്നിട്ടേ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം സൂചിപ്പിച്ചായിരുന്നു. അതും മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പം അവൾക്കിത് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അനി. അവൾക്ക് നീയുമായിട്ടുള്ള കല്യാണം നടക്കണം, അതിന് തടസ്സമായിട്ടുള്ളവരെയൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവന്തികയ്ക്ക് അമ്മ വാക്ക് കൊടുത്തു, അവന്തികയ്ക്കും നിനക്കും ഇടയിലേക്ക് ഞാൻ കടന്നു വരില്ല എന്ന്. അത് കേട്ടപ്പം നീ കയറി വരണ്ട, ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോളാം, അതിൽ കുഴപ്പമില്ലല്ലോ. അതൊക്കെ കേട്ടേട്ടാ നീ ഒരാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ മടി കൂടാതെ നിന്റെ കൂടെ വന്നതെന്ന കാര്യം നന്ദു അനിയോട് പറയുന്നു. ആ ഒരു സഹകരണം എപ്പോഴും ഉണ്ടാകണം എന്നാ പറഞ്ഞതെന്ന് അനി പറയുമ്പം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളല്ലേടാ, ഇതുപോലെ ഒളിച്ചോടുന്ന കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ അല്ലേടാ ഞാനെന്ന് ചോദിക്കുമ്പം അതിനിപ്പോൾ എന്താ, പോലീസുകാർക്കും ജീവിതം വേണ്ടേ? അവരും മനുഷ്യരല്ലേ. നിന്റെ ജോലി പോണെങ്കിൽ അതങ്ങ് പോട്ടെ, നിനക്ക് ജോലിയില്ലെങ്കിലും നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കത്തില്ലേ നന്ദു? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാടാ, ഒരു കാരണവശാലും അത് കളയുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചവളാണ് നീയെന്നും ഇനി അതിനൊന്നും നിന്നേക്കരുതെന്നും. ഈ ജന്മം നമ്മൾ രണ്ടാളും ഒന്നിച്ചങ്ങ് ജീവിക്കണം, അതാണ് നമ്മുടെ നിയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ അനിയെ. അതുകൊണ്ടാണ് അനാമികയുമായിട്ടുള്ള ബന്ധം അത് തെറ്റിപ്പിരിഞ്ഞു പോയതെന്നും.
അപ്പോൾ ഈ അവന്തിക എല്ലാവരും പറയുന്നത് പോലെ നല്ല പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് അനി പറഞ്ഞപ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നയനേച്ചിക്കൊക്കെ അവന്തികയെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഉള്ളത്. അവൾ നല്ല പെൺകുട്ടി ആയിരുന്നെങ്കിൽ എൻ്റെ മനസ്സറിഞ്ഞപ്പോൾ തന്നെ പിന്മാറി പോയേനെ എന്ന കാര്യം പറയുവാണ് അനി. അതിന് പകരം അവൾ എല്ലാത്തിനു മേലും പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവൾ അയർലൻഡിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുൻപ് വലിയ കുഴപ്പക്കാരിയായിരുന്നെന്ന്. അവൾ തിരിച്ചു വന്നതിന് ശേഷമാണ് അവളുടെ സ്വഭാവമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മാറിയത്. എങ്കിലും അവളുടെ അമ്മയുടെ ആങ്ങളയുടെയൊക്കെ സ്വഭാവം അവളുടെ ഉള്ളിൽ എന്തായാലും കാണുമല്ലോ. ആദർശനും നയനേച്ചിയും കൂടെ നിന്നിരുന്നെങ്കിൽ വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ പോലും നമുക്കൊപ്പം ഇല്ലല്ലോടാ എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയാം. അപ്പം നമുക്ക് പോവാടാന്ന് പറഞ്ഞു. ഇതെന്താടി, വാടാ എന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി പിന്നെ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ കറങ്ങി പോണു. അങ്ങനെ അടുത്ത സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കാം. ഇതേ മാസത്തിൽ ഒരു ഞായറാഴ്ച നമുക്ക് ഇതുപോലെയൊക്കെ കറങ്ങാൻ പോകണം എന്നും പറഞ്ഞു. എന്നും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു. അല്ല, ഇനിയിപ്പം നിനക്ക് ഞായറാഴ്ച പോരാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയിൽ പോകാമെന്നും പറഞ്ഞു. അങ്ങനെ അനി നന്ദുവായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരുന്നുണ്ടല്ലോടാ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പം നന്ദു, പിന്നെ നീ വീട്ടിലെത്തിയ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞു. പിന്നെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം എപ്പോഴും അമ്മ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന കാര്യം പറയുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പിരിയാൻ തുടങ്ങണം. അങ്ങനത്തെ പിന്നെ കല്യാണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് ഈ അവന്തിക നിർബന്ധിച്ച് ഇവരുടെ കല്യാണം നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ MD ആയതിന് ശേഷം പിന്നെ എൻ്റെ അമ്മ ഇപ്പം ഞാൻ MDയുടെ അമ്മയാണെന്നുള്ള പൊങ്ങച്ചം കാണിച്ച് നടക്കല. അത് വേറൊന്നും കൊണ്ടല്ല, വല്യമ്മയെക്കാളും കുറച്ച് സാമ്പത്തികം കുറഞ്ഞ തറവാടാണ് അമ്മയുടേത്. ആ ഒരു കോംപ്ലക്സ് എപ്പോഴും അമ്മയ്ക്കുണ്ടെന്നും അമ്മ അവന്തികയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ട് തന്നെ മകൻ വലിയൊരു സ്ഥാനത്തെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കുന്നു. പിന്നെ ആദർശേട്ടൻ ഇനി തിരിച്ചു വരരുതെന്നാണ് അമ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും നന്ദുവിനോട് അനി പറയുവാണ്. ഇനി തിരിച്ചു വന്നാലും ഞാനിരിക്കുന്ന കസേരയിൽ ആദർശേട്ടൻ ഇരിക്കരുതേ എന്നാണ് അമ്മയുടെ പ്രാർത്ഥനയെന്നും. അങ്ങനെയുള്ള അമ്മയുടെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 ചേച്ചിമാർ ആ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, എനിക്കും അറിയാം. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതൊരു വലിയ ഷോക്കാടാ. അതുകൊണ്ട് അവർ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനി എന്ന് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഞാൻ പറഞ്ഞാൽ ചെയ്യാം, നമുക്ക് ഒളിച്ചോടാവെന്ന് പറഞ്ഞു. എന്നാൽ പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കണ്ടു, സംസാരിച്ചു, പിരിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ വരും കേട്ടോ. അപ്പം നന്ദു വരുന്ന വഴിക്ക് നന്ദുവിനെ അപായപ്പെടുത്താൻ ഒരു വണ്ടി നിറയെ ഗുണ്ടകൾ വന്നു. അങ്ങനെ നന്ദു വന്നപ്പം ചേച്ചി വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് നന്ദു ചോദിച്ചു. അതൊക്കെ പറയാം എന്നും പറഞ്ഞതേ നമ്മുടെ നന്ദുവിൻ്റെ നേരെ അവന്മാർ കൈവച്ചതും നന്ദു എടുത്തിട്ട് കൊടുത്തുവിട്ടോ. എല്ലാ അവന്മാരെ അടിച്ച് നിരപ്പാക്കി നന്ദു. അപ്പോഴത്തേക്കും നമിത അവിടെ പറന്നെത്തി. അപ്പം നന്ദുവിനെ ഇവന്മാർ ഉപദ്രവിക്കുന്ന നമിത കാണും. അപ്പം നന്ദുവിനെ പിറകിൽ നിന്ന് ഒരുത്തൻ വന്ന് ചവിട്ടി അവനെ നന്ദു ശരിക്കും എടുത്തിട്ട് ഓടിച്ചു. പിന്നെ 2 അവന്മാർ ചേർന്ന് നന്ദുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അങ്ങനെ നന്ദുവിൻ്റെ കൈ പിടിച്ച് ഓടിക്കാനൊക്കെ ആയിട്ട് ഇവന്മാർ ശ്രമിക്കുകയാണ്. അതിൽ വേറെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പത്തലൊക്കെ എടുത്തുകൊണ്ട് നന്ദുവിനെ തല്ലുന്നു. അപ്പോഴത്തേക്കും നന്ദു അവശതയായി. നന്ദുവിനെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റടാമെന്നും പറഞ്ഞു കുറേ അമ്മമാർ ചേർന്ന് നന്ദുവിനെ വണ്ടിയിലേക്ക് കയറ്റും. അപ്പോഴിതെല്ലാം നമിത കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നന്ദുവിനെ അവന്മാർ തട്ടിക്കൊണ്ട് പോകുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ആദർശ് ഓടി ഇറങ്ങി വരും. അപ്പം നയന ചോദിച്ചു, ആദർശിൻ്റെ മുഖത്തൊരു വെപ്രാളം കണ്ടപ്പോൾ എന്ത് പറ്റി ആദർശേട്ടാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ആർക്കും ഒരു ആപത്തുണ്ടാകാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ആദർശ് ഓടും. അപ്പം നയനയ്ക്ക് ടെൻഷനായി കേട്ടോ. ഈ സമയത്ത് വേഗം ഫോൺ എടുത്ത് നമ്മുടെ നയന നന്ദുവിനെ വിളിച്ചു, കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ വേണ്ട, വീട്ടിലേക്ക് വിളിച്ചാൽ ആകെ പ്രശ്നമാകും. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ ആകെ ടെൻഷനാവുമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ടെൻഷനാവും. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കേണ്ട, എൻ്റെ പൊന്നു ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നയനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുക. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്ന നവ്യ കേട്ടോ. നവ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയത്ത് നമിതയെ കാണാൻ നവ്യ ഓടിയെത്തി. നമിതയെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ച് കാണുകൂടിയെന്ന് ചോദിക്കുമ്പം ആദർശേട്ടൻ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഭയക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ? എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ കയ്യിൽ അവളെ കിട്ടിയിരിക്കുന്നതെന്ന് നവ്യ പറയുവാണ്. അങ്ങനത്തെ പിന്നെ AN ജ്വല്ലറിയുടെ ബിസിനസ് മൊത്തം തകർന്നെന്നും അതിൻ്റെ കൂടെയാണ് ആ ഡേവിഡിനെ പൊക്കിക്കൊണ്ടുപോയി അവൾ ലോക്കപ്പിലിട്ട് തല്ലിയതെന്നുള്ള കാര്യവും പറയണു നവ്യ. എന്നു മാത്രമല്ല, AN ജ്വല്ലറിയുടെ തലപ്പത്ത് ആരാണെന്ന് കണ്ടെത്താനുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ശ്രമത്തിലാണ് നന്ദു ആദർശേട്ടനൊക്കെ.
അതുകൊണ്ട് അവർക്കൊക്കെ വിലങ്ങുതടിയായിട്ടുള്ള നന്ദുവിനെ അവർ എന്തും ചെയ്യാൻ മടിക്കത്തില്ല എന്ന കാര്യവും പറയുമ്പം ഇങ്ങനെ ടെൻഷൻ ആയതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഗുണമുണ്ടോ നവ്യ എന്ന് നമിത അന്നേരം നവ്യയോട് ചോദിക്കാം. എൻ്റെ നന്ദുവിന് ബോധമുണ്ടെങ്കിൽ അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ തല്ലി ബോധം കെടുത്തി കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് പേടി എന്ന കാര്യവും പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ നമിതയ്ക്കും. അപ്പോൾ എങ്ങോട്ടായിരിക്കും അവർ കൊണ്ടുപോയിരിക്കുക? അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിയാതെ എനിക്കിനി ഒരു സമാധാനവും കിട്ടില്ല എന്ന് നവ്യ പറയാം കേട്ടോ. നിനക്ക് ആദർശാണ് ഒരു മെസ്സേജ് അയക്കാവോ? ഇപ്പം മെസ്സേജ് അയച്ചാൽ അത് ശരിയാവത്തില്ലടി, അങ്ങനെ ആകെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ. പിന്നെ അവന്മാരോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആദർശാണ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേയൊക്കെ ആശ്വാസത്തിൽ ഇവരിങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാട്ടോ. അനി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിയോട് വിളി, പക്ഷേ കിട്ടുന്നില്ല, ഫോൺ ഓഫ്. ഇവളെന്തായിരിക്കും ഫോൺ ഓഫാക്കി വെച്ചിരിക്കണേ? ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമോ വീട്ടിൽ? അതുകൊണ്ടായിരിക്കും ഇനി ഇവൾ ഫോൺ ഓഫാക്കി വെച്ചിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ് അനി. എന്നാലും അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ എനിക്ക് ഉറങ്ങാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അനി അങ്ങോട്ടും ഇങ്ങോട്ടും വെകിളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു വോയിസ് നോട്ട് ഇട്ടു, ഒരു മിസ് കോളെങ്കിലും എനിക്ക് അടിച്ചേക്കണേ എന്നും പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ അടിച്ചുകൊണ്ട് അവന്മാർ ബോധം കെടുത്തി ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഇവന്മാർ ചുറ്റിനും നിൽക്കുകയാണ്. നന്ദുവിന് ബോധം തെളിഞ്ഞപ്പോൾ ചുറ്റിനും കുറേ ഗുണ്ടകൾ. ഇവന്മാരെന്നിട്ട് ഇങ്ങനെ ഈ നമ്മുടെ നാഗേന്ദ്രനെ ഫോണിൽ വിളിക്കുക. നാഗേന്ദ്രനെ ഫോണിൽ വിളിച്ചിട്ട് നന്ദുവിന് ബോധം തെളിഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, നീ ആ ഫോൺ അവളുടെ ചെവിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ ചെവിയിലേക്ക് അവന്മാർ ഫോൺ കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നീ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചെന്നും പറഞ്ഞു ഇവൻ ഇങ്ങനെ പറയും ഈ നാഗേന്ദ്രൻ. അതിലുപരി നീ മറ്റു ചില കുറ്റകൃത്യങ്ങൾ കൂടി ചെയ്തു എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ വധശിക്ഷ വിധിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ആരാടാ നീ എന്ന് നന്ദു ചോദിച്ചോ. വധശിക്ഷ വിധിക്കുന്നത് ആരാ? കാലനല്ലേ എന്ന് നാഗേന്ദ്രന്റെ വകയൊരു ഡയലോഗ്. എൻ്റെ കിങ്കരന്മാരാണ് അടുത്ത് നിൽക്കുന്നതെന്നും അവന്മാര് നിന്നെ തീർത്തോളും എന്നും ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഹലോ സാർ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കൊന്ന് തള്ളടാ അവളെ. അപ്പൊ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാര് പിച്ചാത്തി എടുത്ത് ഇങ്ങനെ നന്ദുവിനെ കുത്താനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആദർശൊക്കെ രക്ഷകനായിട്ട് പറന്നെത്തുന്ന ഒരു സിറ്റുവേഷനാണ് അവസാന ഭാഗത്തുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. നന്ദുവിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നാഗേന്ദ്രനെന്നല്ല, നാഗേന്ദ്രൻ്റെ മകൻ അഭിയെന്നല്ല, അഭിയുടെ പെങ്ങൾ അവന്തികയെന്നല്ല, അവരുടെ ഗുണ്ടകളെന്നല്ല ആർക്കും സാധിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രവചനാതീതമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.